തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പുതുപ്പള്ളി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് കയറി വോട്ട് ചോദിച്ച് ചാണ്ടി ഉമ്മൻ MLA. പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയും ചാണ്ടി ഉമ്മൻ ഇപ്പോൾ വീട് കയറുന്നുണ്ട്. വളരെ സജീവമായി പുതുപ്പള്ളിയിൽ പ്രവർത്തിക്കുന്നു. ടോബി ജോൺസൺ പുതുപ്പള്ളിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. പുതുപ്പള്ളിയിൽ വോട്ട് ചോദിച്ച് വീടുകൾ കയറുന്ന ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആ വ്യക്തിയെ ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സജീവമായി വീടുകൾ കയറി വോട്ട് ചോദിച്ച വ്യക്തി തന്നെയാണ്. ഇത്തവണ വോട്ട് ചോദിക്കാൻ കയറുന്നത് താങ്കൾക്ക് വേണ്ടിയല്ല, മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ, ഈ ഓരോ പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളുണ്ട്, അവിടുത്തെ എല്ലാം പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വളരെ പോസിറ്റീവാണ്. കാരണം പുതുപ്പള്ളിയിലെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഇടതുപക്ഷത്തിന് ഓഫർ ചെയ്യാനുള്ളതെന്ന്. ഇടതുപക്ഷത്തിന്റെ ഓഫറെല്ലാം പൊള്ളയായതുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷത്തിന്റെ ആയിരുന്നു. അത് തിരിച്ചുപിടിക്കാൻ പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട, UDF തിരിച്ചു വരും. ഈ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ പരിപാടികൾ, പ്രത്യേകിച്ചും പുതുപ്പള്ളി പഞ്ചായത്തിൽ MLA ക്ഷണിക്കുന്നില്ലെന്നൊരു പരാതിയുണ്ട്. അപ്പോൾ ഇത്തവണ പുതുപ്പള്ളി പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമോ? എനിക്കിനി എന്നെ ക്ഷണിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരോട് പറഞ്ഞത് എന്നെ ക്ഷണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം നടത്തിയാൽ മതി. ഇനി സർക്കാർ പരിപാടി ഒരു 5 മാസം പഞ്ചായത്ത് ഞങ്ങളെ ആയിരിക്കും, പക്ഷെ സർക്കാർ പരിപാടികൾ വരുമല്ലോ, അതിലേക്ക് എന്നെ ക്ഷണിക്കണ്ട, പരിപാടി നടത്തിക്കോ. അധ്യക്ഷൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ ഈ നാട്ടിലൊരു ഹോസ്പിറ്റൽ പൂർത്തിയാക്കാതെ കിടക്കുന്നുണ്ട്, അതൊന്ന് പൂർത്തിയാക്കി തരൂ. ഞങ്ങളുടെ പാലം അയർക്കുന്നോ ഏറ്റുമാനോ പാലം പൂർത്തിയാക്കണം, അത് നടത്തി. എന്നെ വിളിക്കണമെന്നില്ല, എനിക്കൊരു ആഗ്രഹമില്ല, എനിക്ക് പങ്കെടുക്കണമെന്ന് പോലുമില്ല, നടത്തി തന്നാൽ മതി. ഞാൻ പറയുന്ന കംപ്ലൈന്റ് എന്താ, പണി പൂർത്തിയാക്കാത്തൊരു സിവിൽ സ്റ്റേഷൻ. എൻ്റെ പിതാവ് അലോട്ട് ചെയ്ത ഫണ്ട് മാത്രം ഉപയോഗിച്ച് എത്ര പൂർത്തിയാക്കിയോ അവിടെ നിർത്തിയിട്ട് 5 വർഷം ഒന്നും ചെയ്യാതെ അത് ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മുടെ പ്രശ്നം. എന്നെ വിളിക്കാത്തതല്ല പ്രശ്നം. പക്ഷെ എന്നോട് ചോദിക്കാതെ എൻ്റെ പേര് വെച്ചു, ചോദിക്കാതെ ഫോട്ടോ വെച്ചു, അത് പ്രശ്നമാണ്. എന്നോട് ചോദിക്കാതെ എൻ്റെ ഫോട്ടോ എങ്ങനെ വെക്കും? അപ്പം ഞങ്ങൾ 2 പേരും ഉപയോഗിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമമാണ്, അത് ഞങ്ങൾ കൂട്ടിക്കില്ല. ചാണ്ടിച്ച, മറ്റൊരു കാര്യം ഈ പ്രധാനമായിട്ടും ചാണ്ടിച്ചൻ്റെ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത്, വളരെ വേഗത്തിൽ ഓടി സ്പീഡിൽ വീടുകൾ കയറും. നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം അത്രയും സ്പീഡിലോട്ട് വന്നിട്ടുണ്ടോ? അല്ല, ഇന്നിപ്പം ഞാൻ വളരെ സ്ലോയിലാണ്. കാരണം വെച്ചാൽ ബൈക്കിൽ പോയിട്ട് പോലും 18 വീടേ ആയിട്ടുള്ളൂ. കാരണം അത് ഇത്ര വലിയ ഒരു ഏരിയ ആണിത്. അപ്പം ആകലക്കുന്ന് പറയുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളും കാടും അതേപോലത്തെ ഉള്ള തോട്ടങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം അവിടെ ഇച്ചിരി ഒരു എന്താ പറയുക, വേഗം കുറവായിരിക്കും. എന്തായാലും എങ്കിലും ബൈക്കിൽ പോയിട്ട് പോലും 18 വീടേ ആയിട്ടുള്ളൂ. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ചു അല്ലേ? 99% പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ചു. ചുരുക്കം ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്നത് നമ്മുടെ നോമിനേഷൻ പിൻവലിക്കുന്നതിന് അന്നാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ആ സമയം വരെ കാത്തിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്തോ നേരത്തെ തീരുമാനമായി, അത് നോക്കാം എങ്ങനെയായിരിക്കും. എന്തായാലും ഇത്തവണ മികച്ച വിജയം പുതുപ്പള്ളി മണ്ഡലത്തിലുണ്ടാകും. ബാക്കിയുള്ള സീറ്റുകളിലും വിജയിക്കുമെന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭവന സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.